ജനങ്ങളെ സഹായിക്കാൻ ഏറ്റവും അടിസ്ഥാനമായ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളാണ്. നമുക്കിവിടെ കോവിഡ്-19 കാലഘട്ടമാണ്. കോവിഡ്-19 പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. വലിയ പ്രകടനമോ ജാഥകളോ ആഘോഷങ്ങളോ ഒന്നും ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കുന്നില്ല. 5 പേരുള്ള സ്ക്വാഡാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എല്ലാ വീടുകളിലും ഇപ്പോൾ തന്നെ 3ഉം 4ഉം തവണ കയറി കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ അവരുടെ 7 വാർഡിൽ ഒരു തവണയെങ്കിലും വീട് കയറിയിട്ടുണ്ട്. പക്ഷേ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വീടുകൾ കയറാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും സ്ക്വാഡുകളും ചെല്ലുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുത്തിക്കുന്നത് 3 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ആ 3 സംവിധാനങ്ങളും നമുക്ക് അധികാരത്തിൽ വന്നേ മതിയാകും. അവഗണിക്കപ്പെടുന്ന നമ്മുടെ നാടിനു വേണ്ടിയുള്ള അവകാശങ്ങളും അംഗീകാരങ്ങളും നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് എത്തിച്ചു തരാനും കഴിയുകയുള്ളൂ. ഇന്ന് കൊറോണയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാടിന്റെ ഓരോ വീടുകളിലെയും അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പുറമെ ചിരിച്ചു കാണിക്കുമ്പോഴും ഒരുപക്ഷെ ഒരു നേരമെങ്കിലും ഭക്ഷണത്തിൽ പോലും കുറവ് വരുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് വളരെ പരിമിതമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ എല്ലാവരും തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്.